അപ്പോൾ ഞാൻ ഭയങ്കര ഒരു ഹാപ്പി മൂഡിലാണ് ഗൈസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ബൈക്ക് റൈഡിലാണ്. സംഭവം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ 4 പെൺപിള്ളേരായതുകൊണ്ട് തന്നെ, ചേട്ടന്മാരില്ലാത്തതുകൊണ്ട് തന്നെ, വീട്ടിൽ ബൈക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ റൈഡൊന്നും എവിടെയും പോയിട്ടില്ല. എപ്പോഴും നമ്മൾ കാറിൻ്റെ അകത്തോ അങ്ങനെയൊക്കെയാണ് പോവാറ്. അപ്പോൾ ഈ ബൈക്ക് റൈഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഫീലാട്ടോ. കാരണം നമുക്ക് വല്ല കാലത്ത് ഇങ്ങനെ ചേട്ടന്മാരോട് പോകാൻ വേണ്ടി പറ്റുന്നൊരവസരം അത് തന്നെ അടിപൊളിയാണ്. ആൻഡ് നമ്മൾ എന്തിനത് പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കേട്ടാൽ ഞെട്ടും. ഞെട്ടും മീൻസ് ഞെട്ടും. നമ്മൾ എന്തിനാ ചേട്ടായി വന്നേ? നമ്മൾ ഗുളിക മേടിക്കാനാണ് റൈഡ് എന്ന കള്ളവ്യാജേന ഇവിടം വരെ വന്നത്. സോ ഗുളിക മേടിക്കാൻ വേണ്ടി പോകുവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ട് നമുക്ക് ആവശ്യമുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു തോട്ടുണ്ടായി, ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് പോകാമെന്ന്. ലൈക്ക് ഇവിടെ വരെ വന്നാലേ പിറ്റേന്നാണെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പോൾ ജസ്റ്റ് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈവനിങ് ടൈമിൽ നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ബൈക്ക് റൈഡ് പോകാൻ നല്ല രസമായിട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ദൈവം എനിക്കൊരു ചേട്ടന്മാരുണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ വൈകുന്നേരം ബൈക്ക് റൈഡിനൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കുമെന്ന്. നമ്മുടെ വീട്ടിൽ പെൺപിള്ളേരായതുകൊണ്ട് തന്നെ, 3 ഏച്ചിമാരായതുകൊണ്ട് തന്നെ, അവർ ഓവർ പ്രൊട്ടക്റ്റീവ്, ഓവർ കെയറിങ്, ഓവർ ലവിങ് ഒക്കെ ആയതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ റൈഡിങ്ങിനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ചേട്ടന്മാരൊക്കെ സ്കൂളിൽ കൊണ്ടുവിടും. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ദൈവം എനിക്കൊരു ചേട്ടനുണ്ടായിരുന്നെങ്കിൽ എന്നെയും കൊണ്ടുവിടായിരുന്നല്ലോ എന്ന്. അങ്ങനെ ഇപ്പോൾ നടക്കാത്ത സ്വപ്നം ഇപ്പോൾ എൽദാച്ചേട്ട വഴിയാണ് ഞാൻ സാധിച്ചെടുക്കുന്നത്. ഈ പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ എൽദാച്ചേട്ടോട് നിറയെ സംസാരിക്കുന്നുണ്ട് കേട്ടോ, എന്തൊക്കെയൊക്കെയോ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കാം, ലൈഫിൽ എനിക്കിട്ട് ഭയങ്കര ഒരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടന്മാർ. ഇപ്പോൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ചോദിക്കും ചേട്ടന്മാർ ചേച്ചിമാർ നാത്തുമാരും ആണെന്ന്. കാരണം അവർ നമുക്ക് തരുന്ന കെയറിങ്ങും സപ്പോർട്ടും അത് ഭയങ്കര രസമാണ് കേട്ടോ. ഇപ്പോൾ ഈവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് ഗിഫ്റ്റ് അയച്ചു തരിക, അതുപോലെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് കാര്യമായിട്ട് നോക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര കാര്യമുള്ള കാര്യമാണ്. കാരണം അവർക്ക് അത്ര സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ അവർ എന്നെ അങ്ങനെ നോക്കുന്നത്. അപ്പോൾ ഈ 3 ചേട്ടന്മാരെ കിട്ടുന്നതിന് ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് ഞാൻ വിചാരിക്കുകയാണ്, ഇങ്ങനത്തെ ചേട്ടന്മാരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ. ഇപ്പോൾ ഈ 3 ചേട്ടന്മാരെല്ലാം എന്നെ പുറത്ത് കൊണ്ടുവന്നെങ്കിലും, ഇപ്പോൾ കൊണ്ടുവന്നതിന് എൽദാ ചേട്ടായാണെങ്കിൽ പോലും ചേട്ടായി ലൈക്ക് ഭയങ്കര കെയറിങ് ആണ്, ഭയങ്കര ലവിങ് ആണ്. ആൻഡ് ഞങ്ങൾ ഈ യാത്ര ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത്. നല്ല രസമായിട്ടോ വൈകുന്നേരം ഈ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ ചേട്ടന്മാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊന്നും പോരാ, നിറയെ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ പോകുന്ന വഴിക്ക് മുഴുവൻ ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ എത്ര ഭാഗ്യതയാട്ടോ ഇങ്ങനെയുള്ള ചേട്ടന്മാരെ കിട്ടിയതെന്ന് വെച്ചിട്ട്. അപ്പോഴാണ് എൽദാ ചേട്ടൻ നമ്മളെ കൊണ്ടുപോയത് ഒരു പള്ളിയിലേക്ക്. ഈ പള്ളി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ്. ഈ സിനിമയൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും ഇത് ഏതാ പള്ളിയെന്ന്. അങ്ങനെ മനസ്സിലായവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. കാരണം ഇതിപ്പോൾ ഈ ഒരു ഏരിയയിലെ ഒരു പേരിലൊരു സിനിമ ഇറങ്ങി. അപ്പോൾ അവിടുത്തെ ഒരു ഫേമസ് പള്ളിയാണത്. അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. കുറച്ച് കണ്ടു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഒരു ചായക്കടയെ കുറിച്ചാണ്. നമ്മൾ അങ്ങോട്ട് ഒരു തട്ടുകട, നിറയെ പലഹാരവും നിറയെ ചായയ്ക്ക് നിറയെ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിച്ച് തിരിച്ച് വരുമ്പം കഴിക്കാമെന്ന്. വന്നപ്പോൾ അത് അവിടെ ആകെ 2 പരിപ്പടം മാത്രമേ ഉള്ളൂ. അതിൻ്റെ വിഷമമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുറകിൽ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ ആരും ഓഡിയോ ഇടാത്തത്. അപ്പം ഞാൻ ഭയങ്കര വിഷമത്തിലാണ്. എന്തുകൊണ്ട് ആ ചായക്കിൻ്റെ കടികളെല്ലാം ഇത്ര പെട്ടെന്ന് തീർന്നു എന്നുള്ള സങ്കടത്തിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആ കട നടത്തുന്ന 2 ചേച്ചിമാരാണ്. അപ്പം എനിക്ക് തോന്നുന്നു ആ കടയിലെ പാത്രങ്ങളൊക്കെ കാലിയപ്പോൾ മനസ്സിലായി ലൈക്ക് ആ ചായ അടിപൊളിയായിരിക്കും. ചേച്ചിൻ്റെ കടയാണിത്. അതിൽ സിമി ചേച്ചിയുടെ ഷീല ചേച്ചി നമുക്ക് ചായ ഇട്ടാന്ന്. നമ്മൾ അങ്ങോട്ട് പോയി പലഹാരപ്പെട്ടി മുഴുവനും പലഹാരമായിരുന്നു. പലഹാരമൊന്നും ഇല്ല ഗൈസ്. നമ്മളെ കട്ടൻ കിട്ടി. അങ്ങനെ നമുക്ക് കട്ടൻ കിട്ടി. അപ്പം നമ്മൾ കിട്ട് കട്ടണമായിട്ട് കുടിച്ചു നോക്കട്ടെ. ചേച്ചിൻ്റെ പേര് ഷീല ചേച്ചിയുടെ കട്ടൻ കാപ്പി അതിനുണ്ടെന്ന് കുടിച്ചു നോക്കട്ടെ നമ്മൾ. അങ്ങനെ ചായ കുടിക്കുന്ന മാത്തിനിടയ്ക്ക് എനിക്ക് ഓർമ്മ വന്നൊരു പേരാട്ടോ, ഷാരോൺ. അവളെപ്പോലത്തെ ഒരു ചായ ലവർ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഉച്ചയ്ക്ക് ലഞ്ചിനാണെങ്കിലും ഈവൻ ഡിന്നറിനാണെങ്കിൽ പോലും അവൾക്ക് ചായ ഇല്ലാണ്ട് ജീവിക്കാണ്ട് പറ്റത്തില്ല. അവൾ ചായ മാത്രം വേണം കുടിച്ച് എത്ര ദിവസം വേണമെങ്കിലും ജീവിക്കും. അങ്ങനത്തെ ഒരു കക്ഷിയാട്ടോ. ഇതേലത്ത് നിങ്ങൾക്കൊരു ചായ ലവർ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ മെൻഷൻ ചെയ്യും. പല കാര്യങ്ങളും പല കാര്യത്തിൽ ഞാൻ അവിടെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സ് മുഴുവൻ ഷാരോണായിരുന്നു. ഷാരോൺ എങ്ങനെയാണ് അമ്പരാനെ ഈ ചായ മാത്രം കുടിച്ചിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നതെന്നായിരുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, പതിയെ വല്ലനെ വണ്ടി വിട്ടു. അപ്പം നല്ല രാത്രി ആവേണ്ടി തുടങ്ങി. അപ്പം നമ്മളെ വെയിറ്റ് ചെയ്ത് വീട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെന്നൊരു കോളൊക്കെ വന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി നമ്മൾ പറപ്പിച്ച് വിട്ടേക്കാം. കാരണം അവർ നമ്മളെ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ ലേറ്റായി പോകുന്നത് മോശമല്ലേ. അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലേക്ക് എത്തുമ്പം എന്താ ഉണ്ടാവുക, നമ്മളെ വഴക്ക് പറയുന്നതാണ് നമുക്കിപ്പോൾ പേടി. കാരണം നമ്മൾ കുറച്ച് ലേറ്റായി. അപ്പം നമ്മുടെ അതിഥികൾ ആരാന്നൊക്കെ നമ്മൾ വരുന്ന വഴി കാണാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഇതാ സർപ്രൈസ് ആയിട്ട് കുട്ടിയമ്മേനെയും അതുപോലെ കുഞ്ഞു ചാച്ചലും ജാൻസി ആൻറ്റിയും ഡോണയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും വർത്താനം മോഡിലേക്കായിരിക്കും. അപ്പം ഞാനും വർത്താനം മോഡിലേക്ക് പോവാണ്. സോ ഇന്നത്തെ റൈഡൊക്കെ കഴിഞ്ഞു ഭയങ്കര ഹാപ്പി ഹബീബിയാണ് ഞാൻ. സോ ബൈ ഗൈസ്.